നമസ്കാരം. ഷൈൻ ടോം ചാക്കോ ഇന്ന് സിനിമാ മേഖലയിൽ എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു താരമാണ്. ഒറ്റ ഉദാഹരണം പറയാം. ഏപ്രിൽ 10 സിനിമകൾ റിലീസായത് 4 എണ്ണമാണ്. ഒന്ന് അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി, മറ്റൊന്ന് മമ്മൂട്ടി ചിത്രം ബസൂക്ക, മറ്റൊന്ന് നസ്രീൻ നായകനാകുന്ന ചിത്രമായ ആലപ്പുഴ ജിംഖാന, 4 ബേസിൽ ജോസഫ് നായകനാകുന്ന മരണമാസം. ഈ 4 സിനിമകളിൽ 3 എണ്ണത്തിലും ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അതാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോയുടെ മാർക്കറ്റ് വാല്യൂ. ബസൂക്കയിൽ ഒരു പ്രധാന വേഷം, ഗുഡ് ബാഡ് അഗ്ലിയിൽ പോയിട്ട് ഒരു രംഗമേ ഉള്ളൂവെങ്കിലും ആ രംഗം തിയേറ്ററിൽ തീപ്പൊരിയാണ്. ആലപ്പുഴ ജിംഖാനയിലും അതുപോലെ. അങ്ങനെ എല്ലാ സിനിമകളിലും പ്രധാനപ്പെട്ട ഒരു അഭിഭാജ്യ ഘടകമായി ഷൈൻ ടോം ചാക്കോ മാറി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് പരാതിയുമായി എത്തുന്നത്. തുടർന്ന് ഇപ്പോൾ പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത് വരെ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഷൈൻ ടോം ചാക്കോയ്ക്ക് മുറുകുകയാണ് കാര്യങ്ങൾ. 2015 ഷൈൻ ടോം ചാക്കോവിനെ കേരളത്തിലെ ആദ്യത്തെ കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൈൻ ടോം ചാക്കോ അതിൽ പ്രതിയല്ല, കുറ്റവിമുക്തനാണെന്ന് കോടതി തെളിയിക്കുന്നത് വരെ ഷൈൻ ടോം ചാക്കോയുടെ മേൽ ആരോപണങ്ങൾ നിരവധിയായിരുന്നു. പിന്നാലെ ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് എന്നത് പറയേണ്ടി വരും. പക്ഷേ ഷൈൻ എന്ന നടൻ അല്ലെങ്കിൽ ഷൈൻ എന്ന സിനിമാ പ്രവർത്തകൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സിനിമ എന്ന മായിക ലോകത്തിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളാണോ കാരണമെന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണിത്. സംവിധായകൻ കമലിൻ്റെ സംവിധാന സഹായിയായിട്ടാണ് ഷൈൻ ടോം ചാക്കോ മലയാള സിനിമയിലേക്ക് വരുന്നത്. ആദ്യ ചിത്രം നമ്മൾ എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായിട്ട് എത്തുമ്പോൾ ഒരു സീനിൽ KSRTC ബസ്സിൽ ഒരു യാത്രക്കാരനായിട്ട് ഷൈൻ ടോം ചാക്കോ ഇരിപ്പുണ്ട്. അതിന് ആ കഥാപാത്രത്തിന് പേരില്ല. അതൊരു കഥാപാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ വെറുതെ ഒരു പാസിംഗ് ഷോട്ടിൽ ഉള്ളൊരു യാത്രക്കാരൻ. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് തെന്നിന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു നടനായി ഷൈൻ ടോം ചാക്കോ മാറുന്നത്. ഞാൻ ഈ പറഞ്ഞ ഏപ്രിൽ 10 റിലീസ് ചെയ്ത സിനിമകളുടെ തൊട്ട് മുന്നേ തന്നെ എടുത്തു നോക്കിയാൽ പോലും ജൂനിയർ NTRന്റെ ദേവാര എന്ന ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വേഷമായിരുന്നു ഷൈൻ ടോം ചാക്കോ ചെയ്തത്. അതോടൊപ്പം തന്നെ നന്ദമുരി ബാലകൃഷ്ണയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമായ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്ന ഡാക്കു മഹാരാജ് എന്ന ചിത്രത്തിലും ഒരു പ്രധാന വേഷം ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെന്നിന്ത്യൻ സിനിമയിലൊട്ടാകെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. മലയാള സിനിമയിൽ മാത്രമല്ല കേട്ടോ, തെന്നിന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഷൈൻ ടോം ചാക്കോ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ജേണി എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്ന ചിത്രത്തിന് ശേഷം ഗദ്ദാമയിലൂടെ വീണ്ടും ഷൈൻ ടോം ചാക്കോ എത്തുകയായിരുന്നു. പക്ഷെ പിന്നാലെ പതുക്കെയായിരുന്നു ഷൈൻ്റെ വളർച്ച. ഷൈൻ ഈ സിനിമകൾ ഓരോന്നും പോയി ഓരോ ഉപാധികൾ മുട്ടി ഓരോ അവസരങ്ങൾ തേടി പോയി പല കഥാപാത്രങ്ങൾക്കും പേരില്ലാതെയായി, പലതിലും സംഭാഷണങ്ങളില്ല. ചിലത് ഒരു രംഗത്തിൽ നിൽക്കും, ചിലതിന് ചിലപ്പോൾ തലയും വാലും ഇല്ലാത്തൊരു കഥാപാത്രമായിരിക്കും. അങ്ങനെ കിട്ടുന്നതെല്ലാം ഷൈൻ ടോം ചാക്കോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് 2014 ഇതിഹാസ എന്ന ചിത്രത്തിലാണ് ഷൈൻ ടോം ചാക്കോ ആദ്യമായി നായകനാകുന്നത്. ബിനു S ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അനുശ്രീ, ബാലു വർഗീസ് എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത്. ആ സിനിമ കയറിയും കൊളുത്തി. ആ സിനിമ ഹിറ്റായിരുന്നു കേരളത്തിൽ. ഒരു പുതുമുഖ താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു ന്യൂജൻ സിനിമ വരുമ്പോഴേക്കും അത് ഹിറ്റാകുമെന്ന് കരുതിയെടുത്തൊരു സർപ്രൈസ് ഹിറ്റായിട്ട് അത് മാറുകയും കൂടിയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഷൈൻ പിന്നീട് ഈ സിനിമാ മേഖലയിൽ തന്നെ ഒരു പ്രധാന താരമായി മാറിയത്. 2015 വിശ്വാസ് മുതലെല്ലാം എന്ന സിനിമയും കൂടി എത്തിയതിന് ശേഷം ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിൽ പോലും ഷൈൻ്റെ ഒരു വളർച്ച അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു എന്ന് വേണം തന്നെ പറയാം. പിന്നാലെ ക്യാരക്ടർ റോളുകൾ ചെയ്യാനും ഷൈൻ ടോം ചാക്കോ പ്രധാന രീതിയിലേക്ക് മാറി. നായക റോളുകളിൽ നിന്ന് മാത്രം ഒതുങ്ങാതെ തനിക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷേ 2015 എന്നൊരു വർഷവും ഷൈൻ ടോം ചാക്കോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ കൊക്കെയിൻ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രധാന പ്രതിയായി ഷൈൻ ടോം ചാക്കോ മാറുന്നൊരു വർഷവും കൂടിയായിരുന്നു അത്. മലയാള സിനിമാ മേഖലയിൽ ലഹരി ഒഴുകുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നൊരവസ്ഥയും കൂടിയായിരുന്നു അത്. ഷൈൻ ടോം ചാക്കോയും ഉൾപ്പെടെ 4 മോഡലുകളും കൂടി പ്രതികളായിരുന്നു ആ കേസിൽ. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നത് തൻ്റെ ഗുരുവായ കമലിൻ്റെ സംവിധാനത്തിൽ നായകനായി എത്തുക എന്നുള്ളതാണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലൂടെയാണ് ഷൈൻ നായകനായി എത്തുന്നത്. ആ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് നേരിട്ടെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയായത് മാറിയെന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അങ്ങനെ സിനിമാ മേഖലയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോ ഇല്ലാതെ ചിന്തിക്കാൻ കഴിയുന്ന സിനിമകൾ ഇല്ലാത്ത അവസ്ഥയായി. അതാണ് ഇന്ന് ഷൈൻ ഉണ്ടാക്കുന്ന ഓളം. അതുകൊണ്ട് തന്നെയാണ് ഷൈനെതിരെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്രയധികം രീതിയിലും സംസാരമാകുന്നത്. കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ ഷൈൻ സൈൻ ചെയ്തേക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് എണ്ണാൻ പോലും കഴിയാത്തതാണ്. എന്നാൽ അത്രയ്ക്ക് സിനിമകൾ ഷൈൻ ടോം ചാക്കോ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വിൻസി പറഞ്ഞത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഷൈൻ ടോം ചാക്കോ നിലവിൽ സൈൻ ചെയ്തേക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാവും, എനിക്ക് അതുപോലൊരു സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഷൈൻ്റെ ഒരു സിനിമാ ജീവിതം തന്നെ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു താരം. പിന്നീട് സിനിമയുടെ മായിക ലോകത്തേക്ക് എത്തിയപ്പോൾ പലതും മറക്കുന്ന താരം, പലതും മറന്ന താരം. ഒരു തവണ ഒരവസരം കിട്ടിയെങ്കിൽ പോലും അതിൽ നിന്നും പാഠം പഠിക്കാത്ത താരം. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഷൈന് നേരെ ഉയരുകയാണ്. ഇപ്പോൾ പോലീസിൻ്റെ വലയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്ന ഷൈൻ ടോം ചാക്കോയിൽ വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം.